ഇത് നമ്മളുടെ ഇപ്പോൾ യേശുവിനെ സ്വീകരിച്ചത് വിശ്വാസത്തിൻ്റെ യാത്രയുടെ തുടക്കമാണ്. വിശ്വാസത്തിൻ്റെ തുടക്കം. ഇനി വിശ്വാസത്തിന് തുടക്കം മാത്രമല്ലോ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ പ്രെയർ ഹോളിലേക്ക് വരാൻ ഒരു യാത്ര തുടങ്ങുക മാത്രമല്ലല്ലോ, ഒരവസാനം കൂടി ഇല്ലേ ഇതിന്? നിങ്ങളിവിടെ വന്നില്ലേ? അതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആരംഭമാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. ഇനി വിശ്വാസത്തിൻ്റെ ഒരു അവസാനം കൂടിയുണ്ട്. മനസ്സിലായോ? വിശ്വാസത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മുടെ സ്പിരിറ്റ് ദൈവരാജ്യത്തിലെത്തിയത്, വീണ്ടും ജനിച്ചത്. ആമേൻ. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ഗ്ലോറി. പക്ഷേ ഈ ആത്മാവ് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് ആരുടെ ഭാഗമാ? ഇത് ആരുടെ ഭാഗമാ? ദൈവത്തിന്റെ ഭാഗമായത്. ദൈവത്തിന്റെ ഭാഗമാണ് ദൈവം റിഡീം ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ചത്. കാരണം എന്താണെന്നറിയാമോ? ഇനി എനിക്ക് അവൻ്റെ ഉള്ളിൽ ഇരിക്കാം, വസിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഇനി പക്ഷെ മനുഷ്യന്റെ ഭാഗം ഏതാ? ഇതാ ഈ സോളാണ് മനുഷ്യന്റെ ഭാഗം. ഈ പൊടിയോ ഇത് ഭൂമിയുടെ ഭാഗമാണ്. ഇത് ഭൂമിയിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഇത് കളഞ്ഞിട്ട് വേറെ ഫ്രഷ് ആയിട്ടുള്ള ഹെവൻലി ബോഡി തരും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ മനുഷ്യൻ ദേ കിടക്കുന്നു കറപ്റ്റഡ് ആയിട്ട്. അവന്റെ പഴയ ചിന്തയും അതൊക്കെ തന്നെയാണ് അവിടെ കിടക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യാത്ര നാം രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ആരംഭിക്കുക. ആ യാത്രയുടെ അവസാനമാണ് ഈ പുള്ളിക്കാരൻ്റെ സാൽവേഷൻ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വിശ്വാസ യാത്രയുടെ ആരംഭമാണ് സാൽവേഷൻ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ സാൽവേഷൻ. നമ്മുടെ വിശ്വാസ യാത്രയുടെ അവസാനമാണ് സാൽവേഷൻ ഓഫ് ദ സോൾ, ദേഹിയുടെ സാൽവേഷൻ. മറക്കരുത്. വായിച്ച 1 പത്രോസ് 1:9. 1 പത്രോസ് 1:9. ഗ്ലോറി. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരും കൂടി ഒന്ന് കയ്യിലെടുത്തോളണേ. ഓ ജീസസ്. മലയാളം ബൈബിൾ പലപ്പോഴും ട്രാൻസ്ലേഷൻ ബുദ്ധിമുട്ടുണ്ട്. 1 പത്രോസ് 1:9. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തം, ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത്. അപ്പോൾ വിശ്വാസത്തിന് ഒരു ആരംഭമുണ്ട്, അവസാനമുണ്ട്. വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും. ആത്മരക്ഷ എന്നുള്ളത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്. ഇംഗ്ലീഷ് ബൈബിൾ ആരുടെയും കയ്യിലുണ്ടോ? Obtaining as the outcome of your faith the salvation of your souls. Salvation of your souls. Spirit അല്ല. Souls. Salvation of the Spirit അല്ല. Salvation of the Spirit യേശുവിനെ നാം സ്വീകരിച്ചപ്പോൾ കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറയാണ് നിങ്ങളുടെ അത് വിശ്വാസത്തിന്റെ ആരംഭമാണ്. യേശുക്രിസ്തുവിലെ വിശ്വാസത്തിന്റെ ആരംഭം. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ യാത്രയ്ക്ക് ഒരു അവസാനവും ഉണ്ട്. അതാണ് സാൽവേഷൻ ഓഫ് ദ സോൾ, നിങ്ങളുടെ ദേഹിയുടെ സാൽവേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നിങ്ങളുടെ ദേഹിയുടെ സാൽവേഷൻ. 1 Peter chapter 1:9, 1:9. മലയാളം ബൈബിളിൽ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങളൊരു പെൻസിൽ കൊണ്ട് ഇംഗ്ലീഷിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് സോൾ എന്ന് എഴുതിയിട്ടാൽ മതി. എമ്മേ, നിങ്ങളുടെ സാൽവേഷൻ ഓഫ് ദ സോൾ അല്ലെങ്കിൽ ദേഹി എന്ന് എഴുതിയിടുക. എമ്മേ, അപ്പോ എൻഡ് ഓഫ് അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിന്റെ അവസാനമാണ് സാൽവേഷൻ ഓഫ് യുവർ സോൾ. അപ്പൊ ആരംഭമുണ്ട്, അവസാനമുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ഒരു യാത്ര ഉണ്ട്. അപ്പോൾ വിശ്വാസത്തിന്റെ ആരംഭം, വിശ്വാസത്തിന്റെ അവസാനം, അതിന്റെ ഇടയിലുള്ള യാത്രയുടെ പേരാണ് വിശ്വാസത്തിന്റെ പോരാട്ടം. മനസ്സിലായോ? വിശ്വാസത്തിന്റെ പോരാട്ടം. ഇതാ പൗലോസ് പറയുന്നത്, ഞാൻ നല്ലപോലെ പൊരുതി, ഇരിപ്പ് തികച്ചു. അങ്ങനെയല്ലേ? ഓ, എനിക്ക് തെറ്റ് പറ്റിയതാ, സോറി. ഇരിപ്പ് തികക്കല്ല, ഓട്ടം തികച്ചു. ആമേൻ. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചിലർക്ക് സങ്കടം വരുന്നല്ലോ. എന്തു പറ്റി? എനിക്ക് നിങ്ങളൊക്കെ എന്നിട്ട് സങ്കടം തോന്നുന്നു. ബ്രദറെ, ഞങ്ങൾ വിചാരിച്ചു ഇരുന്ന് മേടിക്കാന്ന്. ഹല്ലേലൂയ. മടിയന്മാർ പുറത്ത്, ഭീരുക്കൾ പുറത്ത്, നായ്ക്കൾ പുറത്ത്. ഗ്ലോറി. ഹല്ലേലൂയ. ഞാൻ കുഴിച്ചിട്ടു ദുഷ്ടനും മടിയനുമായ ദാസന്. പ്രിയരെ, ഇപ്പോ വചനം കൊണ്ടൊരു തല്ലുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് പലരെയും തല്ലുന്നത് നന്നാകാൻ വേണ്ടിയാ.
ഏമേ. Amen. ഇരുന്ന് ഫലം കായ്ക്കാനല്ല, പോയി ഫലം കായ്ക്കണം. ലോകത്തിൽ അകത്ത് തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകണം. മനസ്സിലായോ? പുറത്തൊരു മിനിസ്ട്രി, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രി അകത്തൊരെണ്ണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. അകത്തെ മിനിസ്ട്രി പിതാവായ ദൈവത്തിന്റെ റീക്രിയേഷൻ പർപ്പസുമായുള്ള ബന്ധത്തിൽ, പുറത്തെ മിനിസ്ട്രി യേശു ക്രിസ്തുവിൽ അതിൽ നിന്നെടുത്ത സബ് കോൺട്രാക്റ്റുമായുള്ള ബന്ധത്തിൽ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇത് നമ്മൾ ഇനി ലോകത്തിന്റെ മക്കളല്ല, ലോകത്തിന്റെ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കാൻ. ആമേൻ. നിങ്ങൾ ഇനി ദൈവരാജ്യത്തിന്റെ മക്കളാ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇവിടെ ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ശ്രദ്ധിച്ചേ, നിങ്ങൾ ഇനി ലോകത്തിന്റെ മക്കളല്ല. കാരണം നിങ്ങളെ വീണ്ടെടുത്തു. ആമേൻ. ഇനി നിങ്ങളുടെ യാത്ര ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കാ. അതുകൊണ്ട് ലോകത്തിൽ ഏതാനും നിമിഷം കൊണ്ട് പോകുന്ന ബോഡിക്ക് വേണ്ടി ലോകമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കുകയല്ല വേണ്ടത്. കാരണം കർത്താവ് പറഞ്ഞു, ഇനി നശിച്ചു പോകുന്ന അപ്പത്തിനായിട്ടല്ല, പകരം നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന അപ്പത്തിനായിട്ട് തന്നെ അധ്വാനിപ്പീൻ, 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 അധ്വാനിപ്പീൻ. മനസ്സിലായോ എൻ്റെ ബ്രദറെ? അപ്പൊ ഇവിടുത്തെ കാര്യമൊക്കെയോ, അവരെന്നെക്കാളും കയറുന്നു, ഇവരെന്നെക്കാളും കയറുന്നു, അവരുടെ ഒപ്പത്തിനൊപ്പം ആകണമെന്നാണ് എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞത്. അവരെ പോലെ ചെയ്യണം, ഇവരെ പോലെ ചെയ്യണം. അത് ജീവിത പങ്കാളി പറഞ്ഞതല്ലേ? കൂട്ടുകാരനും പറഞ്ഞു ബ്രദറെ, കൂട്ടുകാരത് പറയട്ടെ, ജീവിത പങ്കാളി അത് പറയട്ടെ, പലരും പലതും പറയട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇവിടെ ആയിരിക്കുന്ന എൻ്റെ മക്കളെ ഉണ്മാനോ ഉടുപ്പാനോ ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിപ്പേൻ. ആമേൻ. ആമേൻ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. ചിന്ത മാറ്റണം എന്ന് വിചാരിപ്പിൻ. പറഞ്ഞേ വിചാരിപ്പിൻ. പറഞ്ഞ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ വിചാരം മാറ്റ്, വിചാരം മാറ്റ്, വിചാരം മാറ്റ്. കുഞ്ഞേ, നീയും ഞാന് ലോകമല്ല നേടേണ്ടത്, ജീവനാ നേടേണ്ടത്. അമ്മേ, ലോകം നേടിയാലോ കുഞ്ഞേ നീ എന്ത് ചെയ്യാന്നറിയാമോ? കണ്ടിട്ടുണ്ടോ മരുഭൂമി? ഞങ്ങളുടെ നാട്ടിലെ ദുബായില് മരുഭൂമി കാണാം. അമ്മേ, മരുഭൂമിയിലിരുന്ന് ഒരു വലിയ ഐസ് കട്ട. ഒരുത്തൻ നോക്കുമ്പോ ഒരു പെയിന്റും പാത്രമായിട്ട് പോയിട്ട് ഐസ് കട്ടയുടെ മുകളിൽ പെയിന്റ് അടിക്കുക. നല്ല ചൂട്. അമ്മേ, ഐസ് കട്ട ഒലിച്ചോണ്ടിരിക്കുക. ഇവൻ ഭയങ്കര പെയിന്റ് അടിയാ. അവൻ എന്നാ വിളിക്കണം? മണ്ടനെന്ന്. സ്വർഗത്തിലെ ദൈവം ഈ ലോകത്തിലെ ജ്ഞാനം നോക്കി അതാ പറയണേ, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന് മണ്ടത്തരമാ, ബോഷത്തരമാ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഐസ് കട്ടയ്ക്ക് പെയിന്റ് അടിക്കുന്നത് പോലെയാ ഈ ലോകം നേടാൻ ശ്രമിക്കുന്നത്. ലോകം നേടാൻ എത്ര ശ്രമിച്ചാലും കുഞ്ഞേ, നീ ഇങ്ങ് വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ല. നീ ഇവിടെ പലതും നേടിയില്ലേ. സെമത്തേരിയുടെ അപ്പുറം കൊണ്ടുപോകാൻ പറ്റിയ വല്ലതും നിന്റെ കയ്യിലുണ്ടോ? വല്ലതും കയ്യിലുണ്ടോ? എനിക്ക് കിട്ടിയ രോഗസൗഖ്യം എവിടം വരെയും പോവും. രോഗസൗഖ്യം നല്ലതാ. എന്തിനാണെന്നറിയാമോ? ആ കിട്ടിയ സൗഖ്യമുള്ള ബോഡിയും കൊണ്ട് കുറച്ചുകൂടി കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ത് നല്ലതാ. ഗ്ലോറി ടു ഗോഡ്. പക്ഷേ പ്രിയരെ, ഇവിടെ കിട്ടുന്നതൊന്നും സെമത്തേരിയുടെ ഗേറ്റിന്റെ അപ്പുറം പോകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ഒന്ന് മാത്രം കുഞ്ഞെ നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. ഒന്ന് മാത്രം കൊണ്ടുപോകാം. എന്താണെന്നറിയാമോ? ഈ വയലിന്റെ ഉള്ളിൽ, ലോകമാകുന്ന വയലിന്റെ ഉള്ളിൽ ഒരു നിധി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ നിധി അന്വേഷിച്ചിട്ട് സ്വർഗത്തിലെ രാജാതി രാജാവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? അതിന് വില കൊടുത്തു. എന്താ വില? തനിക്കുള്ള സകലതും വിറ്റു. തന്റെ അവസാന തുള്ളി രക്തം വരെ വിറ്റ് ആ വയലിങ്ങ നേടി. വയലിന്റെ ഉള്ളിൽ നിധിയുണ്ട്. എന്നിട്ട് കർത്താവ് പറയാ, നീ ഇതുപോലെ നേടണം, നീയും ഇതുപോലെ നേടണം. ഇത് സൂത്രപ്പണിയല്ല, നീ ഇതുപോലെ നേടണം.
13:45 മത്തായി 13:45 13:44 യേശുവിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ 13:45 അവിടെ പറയുന്നത് ആരെ കുറിച്ചാണെന്ന് അറിയാമോ? യേശുവിനെ കുറിച്ചല്ല, ദേവദാസന്മാരെ എന്നെയും നിങ്ങളെയും കുറിച്ചാ പറയുന്നേ. ആമേ. അവിടെ പറയാ ഞാനും നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരനായി തീരണം. ബ്രദർ, ബിസിനസ്സുകാരോ? അതെ, ഹെവൻലി ബിസിനസ് പീപ്പിൾ. ആമേ. സ്വർഗീയ ബിസിനസ്സുകാരായി തീരണം, സ്വർഗീയ ബിസിനസ്സുകാരായി തീരണം. ആമേ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. പറഞ്ഞ ഒരു വ്യാപാരി, ഒരു വ്യാപാരി, ഒരു ബിസിനസ്സുകാരൻ, ഒരു വ്യാപാരിയോട് സദൃശം. ആമേ. താഴേക്ക്. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ, വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ, വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ, കണ്ടെത്തിയപ്പോൾ. അപ്പൊ മാത്രമേ സംഭവിക്കത്തുള്ളൂ, കണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഇവിടെ നോക്കിയേ, ചെന്ന് ശ്രദ്ധിച്ച് എന്നെ ശ്രദ്ധിച്ച് തലവണ എന്ത് ചെയ്യും? ഈ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഈ ഉറങ്ങുന്നവനും എല്ലാം കാണാൻ പറ്റുമോ? വല്ലതും പറ്റുമോ? കർത്താവ് പറഞ്ഞതുപോലെ എഴുന്നേക്കെന്ന് പറഞ്ഞപ്പോ ഞെട്ടി എഴുന്നേറ്റു. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോ അവരെന്ത് ചെയ്തു? ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ്, തനിക്ക് കുറെ താൽക്കാലികമായ മുത്തൊക്കെ ഉണ്ട്, ഒരു നല്ല ആരോഗ്യമുള്ളൊരു ശരീരം, പക്ഷെ കുറച്ച് ദിവസത്തിനുള്ളിൽ തീരും. ഇതൊക്കെ താൽക്കാലികമാ. പക്ഷെ അവിടെ നോക്കിയപ്പോൾ നിലനിൽക്കുന്ന ഒരു വിലയേറിയ മുത്ത്. ആമേ. സ്വർഗരാജ്യം. സ്വർഗരാജ്യത്തിലേക്ക് നേടപ്പെട്ട തൻ്റെ ജീവൻ. ആമേ. അതോടൊപ്പം താൻ നോക്കിയപ്പോൾ ഈ ലോകത്തിൽ തന്നെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഒരല്പം ഇൻഫ്ലുവൻസ്, ഒരല്പം പണം, ഒരല്പം സൗകര്യങ്ങൾ, ഇതൊക്കെ തൻ്റെ താൽക്കാലിക മുത്താ. ആമേ. ഒരല്പം വയർപ്പ്, ഒരല്പം ആരോഗ്യം, ഇതൊക്കെ താൽക്കാലിക മുത്താ. ആമേ. ഈ വ്യക്തി എന്തറിയാമോ? എനിക്ക് ഉള്ളത് മുഴുവൻ അങ്ങ് ട്രേഡ് ചെയ്യാൻ പോവാ. കാരണം ഞാൻ കണ്ട മുത്തിന്റെ ഉള്ളില് ഇതിനേക്കാളെല്ലാം നിറയെ ഇവിടെ താൽക്കാലം കൊണ്ട് അവസാനിക്കുമെങ്കിൽ അത് നിത്യ യുഗങ്ങളായി ഒരിക്കലും അവസാനിക്കാത്ത ആ നിത്യമുത്ത് കണ്ടപ്പോ തന്റെ താൽക്കാലികമായ തന്റെ സകല സമ്പത്ത് അവൻ ട്രേഡ് ചെയ്തു, അവൻ വിറ്റു. അവൻ നല്ലൊരു വ്യാപാരിയായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ആ മുത്ത് നേടി. ആമേൻ. ഹല്ലേലൂയ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ട്രേഡ് ചെയ്യാൻ തയ്യാറാണോ? നേടാൻ തയ്യാറാണോ? ആമേൻ. അതിന് ആദ്യം എന്ത് വേണം? ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണം. ആമേൻ. രണ്ടാമത് എന്ത് വേണം? കാണണം. മുത്ത് കണ്ടാറ്, അല്ലാതെ വിൽക്കത്തില്ല. ഇതെന്താ വിൽക്കാത്തെ? കർത്താവിന് കൊടുക്കാൻ പറയുമ്പോൾ ഏറ്റവും ചെറിയ നോട്ട് പോണെന്താ? കണ്ടിട്ടില്ല. കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വരാൻ പറയുമ്പോൾ പോണെന്താ? കണ്ടിട്ടില്ല. മനസ്സിലായോ? എന്നാലൊന്ന് കണ്ടേ കുതിക്കും. നിങ്ങൾ നിധി കണ്ടാ കുതിക്കുമോ? ഓ ഗ്ലോറി. മണ്ണ് കണ്ടാലോ? ആമേ. ഹല്ലേലൂയ. പക്ഷെ ഇപ്പൊ കുതിക്കണേ ഏത് കണ്ടിട്ടാ? വയല് കണ്ടിട്ടാണോ നിധി കണ്ടിട്ടാണോ? വയല് മണ്ണ് കണ്ടിട്ട് കുതിയായിപ്പോ. മണ്ണ് കണ്ട് കുതിക്കുക അങ്ങോട്ട്, ഇല്ലേ? നിധി അവിടെ, ഇനി അങ്ങോട്ട് കുതിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ആമേ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഇനി അജ്ഞാനികളായിട്ട് ജീവിക്കാതെ ജ്ഞാനികളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. എഫേസ്യ സഭയിലുള്ളവരെ, ന്യൂയോർക്ക് സഭയിലുള്ളവരെ, ദുബായ് സഭയിലുള്ളവരെ, കോഴിക്കോട് സഭയിലുള്ളവരെ, ഈ കൊട്ടാരക്കര സഭയിലുള്ളവരെ, തിരുവനന്തപുരം സഭയിലുള്ളവരെ, ലോകത്തുള്ള എല്ലാ സഭയിലുള്ളവരെ, മനസ്സിലായോ? ഉണരെ. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ദൈവം നിങ്ങൾക്ക് വല്ലതും പറഞ്ഞു തരുന്നുണ്ടോ? ബോധം വല്ലതും വരുന്നുണ്ടോ? ഗ്ലോറി. ലൈറ്റ് പലരുടെ ഇപ്പോഴാ കത്തി തുടങ്ങിയത്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സോൾ ഇവിടെ എത്തിയിട്ടില്ലല്ലോ. വാ പോവാൻ തിരിച്ച്. നിർഭാഗ്യവശാൽ ഇപ്പോഴും സോൾ എവിടെയാ? മരണത്തിൻ്റെ മണ്ഡലത്തിൽ, മണ്ടൻ മണ്ഡലത്തിൽ ഇപ്പോഴും ആയിരിക്കുക. ആമേൻ.
ഇവനോടാണ് കർത്താവ് പറയുന്നത്, നീ ബുദ്ധിയുള്ളവനാക്, കാണേണ്ടത് കാണ്, നടക്കേണ്ട നടപ്പ് നടക്ക്, എന്നിട്ട് നീ നിന്റെ ജീവനെ നേട്. മനസ്സിലായോ? ജീവനെ നേട്. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ ജീവനെ നേടുവാൻ തക്കവണ്ണം കർത്താവ് പറയുന്ന സിലബസ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു നാൾ എന്നെ കർത്താവ് എന്ന് വിളിച്ചെന്നും പറഞ്ഞ് വരികയല്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നീ ചെയ്യണം. ഗ്ലോറി ടു ഗോഡ്. ശ്രദ്ധിച്ചാട്ടെ, ഈ ഒരു സബ്ജക്റ്റ് ഞാനങ്ങ് തീർക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് തീർക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരുന്നോളുക. ദൈവ ഇഷ്ടം എന്ന സബ്ജക്റ്റാണ്. ഇവിടെ ഈ സ്പിരിറ്റ് മനുഷ്യൻ്റെ ആത്മാവിന് വീണ്ടും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ ആത്മാവോട് കൂടെ ആയിരിക്കുക. ഇവിടെ പിതാവായ ദൈവം സ്വർഗത്തിലുണ്ട്, അതോടൊപ്പം തന്നെ യേശു ക്രിസ്തു അവിടെയുണ്ട്, നമ്മുടെ ആത്മാവും അവിടെ ഉണ്ട്. ഇനി ഇവിടുന്ന് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഇവിടെ ഇപ്പോൾ ലൈവ് ബ്രോഡ്കാസ്റ്റ് നടക്കുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്. അത് ഏഷ്യാനെറ്റിൻ്റെ അല്ല, BBC-യുടെയോ CNN-ൻ്റെയോ അല്ല, പകരം സ്വർഗത്തിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ഗ്ലോറി ടു ഗോഡ്. ഇതെപ്പോഴും ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഭൂമി എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഭൂമി എന്ന് പറയുന്നത് ദേവദാസന്മാർ നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തോ, ദ റിലം ഓഫ് ഇൻഫർമേഷൻ, വിവരങ്ങളുടെ മണ്ഡലമാണ്. ഏഷ്യാനെറ്റിലൂടെ, മാതൃഭൂമിയിലൂടെ, മനോരമയിലൂടെ, മംഗളത്തിലൂടെ, CNN-ലൂടെ, BBC-യിലൂടെ വിവരങ്ങൾ കിട്ടുന്നു. ബൈബിളിൽ നിന്നും വിവരങ്ങൾ കിട്ടുന്നു വായിച്ച്. വിവരങ്ങളുടെ മണ്ഡലമാണ്. പക്ഷേ ഈ വൃക്ഷത്തിനപ്പുറം സഭയാ, ചർച്ച്, ഏതൻ. സഭ എന്ന് പറയുന്ന വിവരങ്ങളുടെ മണ്ഡലമല്ല. സഭ എന്ന് പറയുന്നത് ദ റിലം ഓഫ് റെവലേഷൻ, വെളിപ്പാടിന്റെ മണ്ഡലമാണ്. പഴയ നിയമത്തിൽ ഈ മണ്ഡലമല്ല, പകരം മെഡിറ്റേഷന്റെ മണ്ഡലം. ഇവിടെ വചനം വായിക്കുന്നു, ധ്യാനിക്കുന്നു, വചനം വായിക്കുന്നു, ധ്യാനിക്കുന്നു. അക്ഷരം വായിക്കുന്നു, ധ്യാനിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അക്ഷരം വായിക്കുകയല്ല ആദ്യം ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ റെവലേഷൻ പ്രാപിക്കുകയാണ്, വെളിപ്പാടിന്റെ മണ്ഡലം. ഇനി ഇതിന്റെ അപ്പുറം ഒരു മണ്ഡലമുണ്ട്, ദൈവത്തിന്റെ മണ്ഡലം, പർദീസ, മൂന്നാം സ്വർഗം. ഈ ഭാഗം എന്ന് പറയുന്നത് ഇത് ഇൻഫർമേഷന്റെ, വിവരങ്ങളുടെ മണ്ഡലമല്ല, വെളിപ്പാടിന്റെ മണ്ഡലമല്ല. ഈ മണ്ഡലം എന്ന് പറയുന്നത് ദ റിലം ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ മണ്ഡലം. എന്താ സത്യം? നിന്റെ വചനമാകുന്നുവല്ലോ സത്യം. സത്യത്തിന്റെ മണ്ഡലം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, 14 വർഷം മുമ്പ് ഒരു മനുഷ്യൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ ഞാൻ കേട്ട വാക്കുകൾ, ശബ്ദങ്ങൾ, വാക്കുകൾ, വേർഡ്സ്. ഞാൻ വാക്കുകൾ കേട്ടു. മനുഷ്യർക്ക് ഉച്ചരിക്കാൻ കഴിയാത്ത വാക്കുകൾ ഈ മണ്ഡലത്തിൽ താൻ കേൾക്കുകയുണ്ടായി. ആ വാക്കുകളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയാണ്, റേമ വേർഡ്സ്. മനുഷ്യർക്ക് ഉച്ചരിക്കാൻ പറ്റത്തില്ല ദൈവിക വാക്കുകൾ. ഞാൻ അവിടെ അത് കേട്ടു. അതിനെക്കുറിച്ച് പറയാ സത്യത്തിന്റെ മണ്ഡലം. ഈ സത്യത്തിന്റെ മണ്ഡലത്തിലെ വളരെ ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധയോടെ കേട്ടിരുന്നോളാം. ബ്രോഡ്കാസ്റ്റിംഗ് നടക്കണ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാനാ. ഈ സത്യത്തിന്റെ മണ്ഡലം ദൈവത്തിന്റെ മണ്ഡലമാ. ദൈവത്തിന്റെ ചിന്തകൾ വാക്കുകളാകുന്ന മണ്ഡലം. ഈ വാക്കുകളായാൽ ഉടനെ അത് വചനമായി യേശുവിന്റെ കയ്യിലെത്തി. യേശുവിന്റെ കയ്യിൽ അത് എത്തിയാൽ ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിന്റെ സോണിൽ റെഡി ആയിരിക്കുക. ഈ പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ സോണിൽ റെഡി ആയിരിക്കുക. ഉടനെ പരിശുദ്ധാത്മാവ് ആ വാക്കുകൾ എടുത്തിട്ട് യേശു ആ വാക്കുകൾ വചനമായാൽ ഉടനെ തന്നെ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഇന്നത് ചെയ്യൂ. ഉടനെ പരിശുദ്ധാത്മാവ് അത് കേട്ടിട്ട് ക്രിസ്തുവിലുള്ളത് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് അവൻ എന്ത് ചെയ്യൂ? തന്റെ സഭയ്ക്ക്, നമുക്ക് ഈ ലോകത്തിലുള്ള സഭയ്ക്ക് അത് എത്തിക്കും. സഭയിലുള്ള ജനം അത് ലോകത്തോട് വിളിച്ചു പറയാ. അങ്ങനെ സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം യേശു ക്രിസ്തുവിലൂടെ, നമ്മുടെ പരിശുദ്ധാത്മാവിലൂടെ, നമ്മുടെ ആത്മാവിലൂടെ, നമ്മുടെ സോളിലൂടെ, നമ്മുടെ ശരീരത്തിലൂടെ ഈ ലോകത്തിലിറങ്ങും. ഇതെന്റെ പേരാ, ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഈ ഭൂമിയിൽ നിറവേറുക എന്നുള്ളത്.
ആമേ. നിങ്ങൾക്ക് ചിലർക്ക് ലൈറ്റ് കത്തി, ചിലർക്ക് കത്തിയില്ല. ആമേ. ഹല്ലേലൂയ. Glory to God. ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്കിളിങ്ങ് വന്നേ. യെസ്, അങ്കിളോ. അങ്കിളുടെ പുറകിലിരിക്കണം. മോൻ ബ്രദറും വന്നാട്ടെ. യെസ്, കം 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 ഫാസ്റ്റ്. ഓ ജീസസ്. ഹല്ലേലൂയ. ഞാൻ അങ്കിളിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വിളിച്ചേ, കാരണം പിതാവായി ദൈവത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയാ. ആമേൻ. വന്നാട്ടെ. നമ്മുടെ സ്ഥലം ഇതൊന്നുമല്ല, അതൊക്കെ ചത്തമണ്ടല്ലോ. വാ. പിതാവായ ദൈവം, ഹൃദയത്തിൽ ചിന്തകളുണ്ട്. ആമേൻ. ഹൃദയത്തിൽ ചിന്തകളുണ്ട്. വന്നാട്ടെ. ഇത് കർത്താവായ യേശു. ചിന്തകൾ എപ്പോഴെങ്കിലും ചിന്തകൾ പിതാവിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നാൽ വചനമായി. ഹല്ലേലൂയ. വാ, വചനം തൊട്ട് മുമ്പിൽ വന്നേക്ക്. ഇതൊക്കെ സ്വർഗമണ്ഡലമാണ്. വചനമായി. അങ്ങനെ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. Glory to God. പിതാവിനുള്ളതെല്ലാം പുത്രനുള്ളത്. John chapter 16. Hallelujah. അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ. വളരെ ഇമ്പോർട്ടൻറ്റ്. ഹൗ ഗോഡ് ഹാഡ് വർക്ക്സ്. ഈ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കണം എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. വഴി നടത്തും. ഇപ്പൊ സത്യത്തിന്റെ ആത്മാവ് ഞാനാണെന്ന് കൂട്ടിക്കൊള്ളണം കേട്ടോ. ശ്രദ്ധിക്കുക, ഞാനാണെന്ന് കൂട്ടിക്കൊള്ളണം. ആ തലവണി എടുത്തിട്ടങ്ങ് ഉറങ്ങിക്കോ. ബോഡി എഴുന്നേറ്റ് നിന്നോ. ഭയങ്കര ആക്റ്റീവാ ലോകത്തിൽ. അല്ല, ഇങ്ങനെ കിടക്കണ്ട, പയ്യ. ശരി, ഞാൻ കിടന്ന് ഉറങ്ങിക്കോ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. വഴി നടത്തും. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഇപ്പൊ എവിടെയുണ്ട്? ഭൂമിയിലുണ്ട്. ആമേ. ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഭൂമിയിലുണ്ട്. ആമേ. യേശു എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇനി താഴേക്ക് വായിച്ചേ. അവൻ സ്വയമായി സംസാരിക്കാതെ. അയ്യോ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാം. പരിശുദ്ധാത്മാവ് സ്വയമായിട്ട് മിണ്ടത്തില്ലെന്ന്. ആമേ. പരിശുദ്ധാത്മാവ് സ്വയമായിട്ട് സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും. അപ്പൊ തനിക്ക് താൻ കേൾക്കുന്നു. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് കേൾക്കുന്നു. താൻ കേൾക്കുന്നതേ സംസാരിക്കും. താഴേക്ക്. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത്. യേശു ഇത് പറയുന്ന ഓർമ്മ വേണം. യേശു പറയാ, അവൻ കേൾക്കുക. ഇതാണ് യേശു, ഇത് പിതാവ്. ആമേൻ. ഇത് രക്ഷിക്കപ്പെട്ട ആത്മാവ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോ അവൻ പരിശുദ്ധാത്മാവ്, അതായത് ഞാന് ഇവിടെ ഇരുന്നോട്ടെ കേട്ടോ. സോറി, കയ്യിൽ പിടിച്ചോ. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. ശ്രദ്ധിച്ചേ, അടുത്തത് യേശു പറയാ, പിതാവിന് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ യേശുവിനുള്ളത്. ആമേ. അപ്പോ പിതാവിന്റെ ഹൃദയത്തിലെ ചിന്തയാണ് ഈ പോയിന്റ് എന്ന് ചിന്തിച്ചാട്ടെ. പിതാവിനുള്ളതൊക്കെ പോക്കറ്റിലേക്ക് കിട്ടോ, കയ്യിലേക്ക് മേടിച്ചോ. എനിക്കുള്ളത്. ആമേൻ. അപ്പോ പിതാവിനുള്ളതൊക്കെ എനിക്കുള്ളത്. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് ഈ പോയിന്റ് വരെ വന്ന് തരത്തുള്ളൂ. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തരും.
ഹലോ, ഉറങ്ങുക. എന്നെ പിതാവിന് തരാൻ ഏൽപ്പിച്ചിരിക്കുക, ഉറങ്ങുക. ആമേൻ. പക്ഷേ ഭയങ്കര കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക, പ്രസംഗ ആരാധന നടന്നുകൊണ്ടിരിക്കുക. ഇത് ദൈവ ഇഷ്ടം നടക്കുവാനായിട്ട് ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ നമ്മുടെ ദൈവം പരിശുദ്ധാത്മാവ് ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിന് ചെവി ഉണ്ടായിട്ട് വേണ്ടേ കേൾക്കാൻ? ഗ്ലോറി, മനസ്സിലാവുന്നുണ്ടോ? യമേ എന്ത് ചെയ്യാ? ദൈവം പറയാ ഉറങ്ങുക, ഉറങ്ങുക. എന്തിനാ നീ ഉറങ്ങുന്നേ? ആരാധനയ്ക്കല്ല ഉറങ്ങുന്നേ, വചനത്തിനല്ല ഉറങ്ങുന്നേ, തിരുവത്താഴത്തിനല്ല ഉറങ്ങുന്നേ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം പറയുക, ദൈവ ഇഷ്ടത്തിനാ നീ ഉറങ്ങണേ. ദൈവ ഇഷ്ടത്തിനാ നീ ഉറങ്ങണേ. നീ കൺവെൻഷൻ അല്ല ഉറങ്ങുന്നേ, ക്രൂസൈഡിനല്ല ഉറങ്ങുന്നേ, ആരാധനയ്ക്കല്ല ഉറങ്ങുന്നേ, ഭൂതത്തെ സൗഖ്യമാക്കുന്നതല്ല ഉറങ്ങുന്നേ, രോഗിയെ സൗഖ്യമാക്കുന്നതല്ല ഉറങ്ങുന്നേ. അതുകൊണ്ട് ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടം ഇന്നതെന്ന് ഉറങ്ങുന്ന എഫേസ്യ സഭയെ തിരിച്ചറിയുവേൻ. പരിശുദ്ധാത്മാവ് കാത്തിരിക്കുക. ദൈവത്തിന്റെ ആലോചനയും കൊണ്ട് ഇതാ കാത്തിരിക്കുകയാ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. ചെവിയില്ല, ഉറങ്ങുകയാ. മനസ്സിലായോ? മനസ്സിലായോ? വായിച്ച എഫേസ്യ ലേഖനം 5-ാം അധ്യായം നമ്മൾ തുടങ്ങിയ ഭാഗം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം നമ്മൾ തുടങ്ങിയ ഭാഗം 14 ഉറങ്ങുന്നവനെ എന്ന് ചോദിച്ചുകൊണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് 17-ാം വാക്യം അല്ല, താഴേക്ക് വായിച്ചോളൂ. ബുദ്ധിഹീനരാകാതെ. ബുദ്ധിഹീനരാകാതെ. ആരാകാതെ? ബുദ്ധിഹീനരാകാതെ. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന്. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളു. എന്ത് ഗ്രഹിക്കണം? എന്ത് ഗ്രഹിക്കണം? കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചോളൂ. അപ്പൊ സഭയ്ക്ക് എന്തറിഞ്ഞുകൂടാ? കർത്താവിന്റെ ഇഷ്ടം അറിഞ്ഞുകൂടാ. പിന്നെ പലതും ഇവിടെ സഭയിൽ നടക്കുന്ന പരിപാടിയൊക്കെ അറിയാം. കർത്താവിന്റെ ഇഷ്ടത്തിന് ഉറങ്ങുക. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചോളുവിൻ. കാരണം എന്താ? IAS പാസ്സായ കളക്ടറാകാം, IPS പാസ്സായാൽ പോലീസ് കമ്മീഷണർ ആകാം. കുഞ്ഞെ, നീ ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ ആ സിലബസ് നീ അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ കിടക്കും? മനസ്സിലായോ? അതുകൊണ്ട് നീ ബുദ്ധിഹീനനാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്നതെന്ന് തിരിച്ചറിയുക, ഗ്രഹിച്ചു കൊള്ളുവിൻ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതായി. ഫൈനൽ സ്റ്റേജ്. അമ്മേ, പിതാവിനുള്ളതെല്ലാം പുത്രനുള്ളത്, പുത്രനുള്ളതിൽ നിന്ന് അവൻ പരിശുദ്ധാത്മാവ് എടുത്ത് നിങ്ങൾക്ക് തരും. പക്ഷെ മേടിക്കാൻ അറിയുക നിങ്ങൾക്ക് കൈകളില്ല, ചെവികളില്ല. എന്തു ചെയ്യും? ഉറങ്ങുകയാ. ആമേൻ. അതുകൊണ്ട് എഴുന്നേക്കുക. നമുക്ക് എഴുന്നേക്കാം, ഫിസിക്കലി എഴുന്നേക്കാം. ഒരു ആത്മീയ എഴുന്നേക്കലായി തീരട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവ ഇഷ്ടം ചെയ്യുവാൻ നമുക്ക് ദൈവസന്ധി എഴുന്നേൽക്കാം. ദൈവ ഇഷ്ടം തിരിച്ചറിയുവാൻ നമുക്ക് ദൈവസന്ധി എഴുന്നേൽക്കാം. താങ്ക് യു വെരി മച്ച് സഹോദരങ്ങളെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ദൈവം നിങ്ങളെല്ലാം മാനിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അങ്കിൾ. താങ്ക് യു. പ്രൈസ് ഗാഡ്. ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം തിരിച്ചറിയുക. ആമേൻ. നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെന്റ് കൂടെയാ. നാളെ കടന്നു വരുമ്പോൾ ദൈവ ഇഷ്ടം എന്താണെന്ന് ചോദിക്കും. ആമേൻ. ദൈവ ഇഷ്ടം എന്താണെന്ന് ചോദിക്കും. ആമേൻ. ഹല്ലേലൂയ. ബുദ്ധിഹീനരല്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധയോടെ ഇന്ന് വീട്ടിൽ ചെന്ന് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞു വരിക. അവരാ ബുദ്ധിയുള്ളവർ. ആമേൻ. നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യവും കർത്താവ് തടയുന്നില്ല. ഭൂതങ്ങളെ പുറത്താക്കാം, രോഗികളെ സൗഖ്യമാക്കാം, എല്ലാ കൺവെൻഷൻ നടത്താം, ക്രൂസൈഡ് നടത്താം. ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ നടക്കുന്നതോടൊപ്പം മെയിൻ സ്ട്രീം മറന്നു പോകരുത്. മെയിൻ സ്ട്രീം മറന്നു പോകരുത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ശബ്ദബദൽ കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തെ ധ്യാനിച്ച് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇനി നാം കേൾക്കുകയുണ്ടായി. അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ ആയുധങ്ങൾ എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ദൈവ ഇഷ്ടം
തിരിച്ചറിയുക. അതിൻ്റെ പ്രാധാന്യം എന്ത്? നല്ല തുടക്കം ആരംഭിച്ച പല വ്യക്തികളും അവർ വളരെ നാശകരമായ അവസാനമാണ് അവസാനിപ്പിച്ചത്. അതിലൊന്നാണ് ആദം, അതിലൊന്നാണ് ശിംശോൻ, അതിലൊന്നാണ് സോളമൻ, അതിലൊന്നാണ് ഗേഹസി, അതിലൊന്നാണ് യൂദാസ്, അതിലൊന്നാണ് യേശുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വന്ന അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ. അതിലൊന്ന് ഒരു കൂട്ടരാണ് അനേക വിശ്വാസികൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവർ. എന്നാൽ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ ആരംഭം നല്ലതല്ലായിരുന്നു, വളരെ പതറ്റിക്കായിരുന്നു. അവനാണ് ക്രൂശിലെ കള്ളൻ. പക്ഷെ അവൻ്റെ അവസാനം മനോഹരമായിരുന്നു. നമ്മൾ ഭൂമിയിൽ എത്ര ദിവസം ജീവിക്കുന്നു എന്നുള്ളതല്ല, എത്രമാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, എത്രമാത്രം നമ്മുടെ ഹൃദയം ഭൂമിയിൽ നിന്ന് വിട്ട് ദൈവരാജ്യത്തിലേക്ക് തിരിയുന്നു, എത്രമാത്രം നമ്മുടെ ഹൃദയത്തിന് മനസ്സിന് അന്തരം വരുന്നു എന്നാണ് ഉള്ളങ്ങളെ കാണുന്നവൻ നോക്കുന്നത്. അതാണ് ശിഷ്യന്മാരോട് തർക്കിച്ച ശിഷ്യന്മാരോട്, ഞാനാണോ വലിയവൻ നീയാണോ വലിയവൻ എന്ന് പറഞ്ഞ ശിഷ്യന്മാരോട് പറഞ്ഞത്, ശിഷ്യരെ നിന്റെ അകത്തൊരു മാറ്റം ആവശ്യമാ. നീ തിരിഞ്ഞ ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ആത്മാവ് നമുക്ക് വിളമ്പി തന്നത്, ഈ മൺകൂടാരവും വഴി അറിയിക്കപ്പെട്ടത്, ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഭക്തന്മാർ കേട്ടത്, ഈ കൊട്ടാരക്കര പട്ടണം കേട്ടത്, ഈ പ്രകൃതിയും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ നിന്നുപോയ മഴയും സാക്ഷ്യം വഹിച്ചത്. Oh Lord, thank you, thank you, thank you. ഇത്രമാത്രം സ്നേഹിക്കുന്ന പിതാവേ, ഈ കുഞ്ഞുങ്ങളെ മുഴുവനുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നല്ല പിതാവേ, അങ്ങ് കാണുമ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾ, അങ്ങയുടെ ആത്മാവ് ഇന്ന് അടിയങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ തന്ന വചനത്തിനായി നന്ദി. ഞങ്ങൾ ഇനി എഴുന്നേറ്റ് കർത്താവേ പൊടി കാണുന്നവരായിട്ടല്ല, നിധി കാണുന്നവരായി തീരുവാൻ, ആ നിധിയിലേക്ക് തിരിയുവാൻ, ആ നിധിയിലേക്ക് നടക്കുവാൻ, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനെ അധ്വാനിക്കുവാൻ ഈ ഹോളിലുള്ള വ്യക്തികളെയോ കണ്ടു നിൽക്കുന്ന സകല വ്യക്തികളെയോ ഒരുമിച്ചങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി നന്ദി. അങ്ങയുടെ അഭിഷിക്ത ദാസൻ പാസ്റ്റർ ടിനുവിനെ, കുടുംബത്തിനെ, അദ്ദേഹത്തെ അങ്ങേൽപ്പിച്ചിട്ടുള്ള അങ്ങയുടേത് അഭിഷിക്തന്മാരെ, ആത്മീയരെ, ജനത്തെ എല്ലാം വീണ്ടും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 3 ദിവസങ്ങൾ കർത്താവേ അങ്ങ് ജനത്തോട് സംസാരിച്ചു. ഇനിയൊരു 3 ദിവസം കർത്താവേ അങ്ങേക്ക് സംസാരിക്കുവാൻ കർത്താവേ ഇതാ തുറന്നു കിടക്കുന്നു. ആത്മാവ് സഭകളോട് സംസാരിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. ഈ മക്കൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൂരെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്നവരെ, ഈ ഹോളിലുള്ളവരെ, നിങ്ങളുടേതായ ഭൗതിക വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. നിങ്ങളുടെ രോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. നിങ്ങളുടേതായ ഭാരങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ അകത്തെ അവയവങ്ങളുടെ വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ തലമുറയുടെ വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക. ഏമേ, ദൈവത്തോട് വിളിച്ചു പറഞ്ഞപ്പോ കോരിച്ചൊരിയുന്ന മഴയെ നിർത്തിയ ദൈവം നിങ്ങളുടെ വിഷയങ്ങളുടെ മുകളിൽ ഇപ്പോൾ പരിഹാരം നടത്തുക, ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, ദുരിതങ്ങൾ, ശാരീരിക രോഗങ്ങൾ, കുടുംബ സമാധാനമില്ലായ്മ ഇപ്പോൾ ഞങ്ങളുടെ ഇടയവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ കരത്താൽ മാറ്റപ്പെടട്ടെ. ഈ ജനം സൗഖ്യം പ്രാപിക്കട്ടെ, ഈ ജനം വിടുതൽ പ്രാപിക്കട്ടെ, ആത്മീയ
ആത്മീയമായ വിടുതൽ, ഇന്റലക്ച്വലായ വിടുതൽ, ശാരീരികമായ വിടുതൽ, ദൂരെ ശബ്ദപരിധിയിൽ കേൾക്കുന്ന മക്കളുടെ മേലും ഈ വിടുതൽ ഇപ്പോൾ മാത്രമല്ല, ഇനി വർഷങ്ങൾക്ക് ശേഷം ഈ മീറ്റിംഗ് ഇന്റർനെറ്റിലൂടെ, ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ സൗഖ്യം, ഞാൻ അയച്ച വചനം അത് വെറുതെ മടങ്ങി വരാതെ അയച്ച കാര്യം സാധിക്കുക തന്നെ ചെയ്യൂ. സഹോദരങ്ങളെ, നിങ്ങൾ വിടുതൽ പ്രാപിച്ചു, നിങ്ങൾ വിടുതൽ പ്രാപിച്ചു. നിങ്ങളുടെ വിഷയങ്ങൾ അവിടെ ഇല്ല, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവിടെ ഇല്ല, ആ ഭാരങ്ങൾ അവിടെ ഇല്ല. ദൂരെ കാണുന്നവരെ, ഇനി ഇപ്പോൾ നിങ്ങൾ കണ്ടവരിലും ആ വിഷയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ്, മനുഷ്യനല്ല ദൈവത്തിന്റെ ആത്മാവ് സൗഖ്യമാക്കി കഴിഞ്ഞു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രമല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടോ, ഒരു വർഷം കഴിഞ്ഞിട്ടോ, ഇനി വർഷങ്ങൾ കഴിഞ്ഞിട്ടോ ഈ പ്രോഗ്രാം കാണുമ്പോൾ ഈ ശക്തി നിങ്ങളുടെ മേൽ നിഴലിട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ സൗഖ്യമായിക്കൊണ്ടേയിരിക്കും, നിങ്ങൾ വിടുതൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. Holy God, I appreciate you. I am zero. ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, അതിൽ തന്നെ പല കുറവുകളുണ്ട്. അടിയനോട് ക്ഷമിക്കണമേ. ഈ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവദാസന്മാരെ, ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ താഴ്മ അതൊരാഭരണമായി കഴുത്തിലിട്ടുകൊള്ളുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കേട്ട വചനം ദീപം പോലെ കരുതുക, അത് ഹൃദയത്തിൽ നിന്ന് കെട്ടുപോകരുത്. ഇത് നിധിയാ, പൊടിയല്ല. ഇത് നിധിയാ, നിലനിൽക്കുന്നതാ. പൊടി തീരും, നിധി തീരത്തില്ല. ദൈവം കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളോടും കൂടെ ഇരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ വീണ്ടും നമുക്ക് ഈ പ്ലാനറ്റിൽ, ഈ കൊട്ടാരക്കരയിൽ വീണ്ടും ആത്മാവിന്റെ സ്വരം കേൾക്കുവാൻ വീണ്ടും ഒന്നിച്ചുകൂടാ. നിങ്ങളുടെ കൂട്ടുസഹോദരങ്ങളെ, കൂട്ടുസഹോദരിമാരെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ദൈവദാസന്മാരെ അറിയുമെങ്കിൽ അവരെ വിളിച്ചുകൊണ്ടുവാ. അവരിലൂടെ ദൈവം ഈ ലോകം മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗോഡ്.